സാധാരണ പോലെ ജോലിക്ക് പോയവർ പെട്ടെന്ന് ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ. വിരുദനഗർ മെഡിക്കൽ കോളേജ് പരിസരത്ത് കൂട്ടത്തോടെ കാത്തു നിൽക്കുകയാണ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ ബന്ധുക്കൾ. அடையாளம் தெரியாம நாங்க துக்கத்துல இருக்கோம். நீங்க மாறி மாறி பிடிச்சிட்டு வந்தீங்கன்னா என்ன செய்ய? நாங்க எங்க வீட்டுடைய அக்கா அண்ணன் அடையாளம் தெரியாம நாங்க தேடிக்கிட்டு இருக்கோம். உள்ள விட மாட்டேது டிபார்ட்மெண்ட் போலீஸ். என்ன சொல்லிச்சு இல்ல, அடையாளம் தெரிஞ்சா தானே போகணும். கரிப்பு இருக்கு, எப்படி தெரியும் அடையாளம்? பெரிய சத்தத்தினால தான் வெடிச்சது. வீடு பக்கம் தான், நம்ம வீட்டு பக்கத்தில் தான். ஒரு கிலோமீட்டர் 2 கிலோமீட்டர் வரும். இன்னைக்கு மதியம் 3 மணிக்கு அடிச்சது. ஆள் 25 ஆள் நெறி கொண்டு வந்திருக்காங்க. 23 இருக்குது உள்ள, மீதி ஆள் உள்ள இருக்காங்க. 8 பேர் அப்போதே வந்தவங்க. 2வது அடிச்சதுல ஒரு 10-20 பேர் நெருக்கி காயம். போலீஸ்காரங்க, ரெஸ்கியூ டீமு, சிஹெச்பி ஆப்ரேட்டரு, ரேடியோ மைக் செட்டு கட்ட போனவங்க, அந்த லைட்டு கட்ட போனவங்க நிறைய பேருக்கு காயம். இப்போ 2வது. ஆமாம், அது எல்லாமே தெரிஞ்சவங்க தான், சொந்தக்காரங்க தான். நாங்கள் அன்றாடு சார் இந்த மாதிரி சாப்பிட்டு வேலைக்கு போனது தான். இந்த மாதிரி லாவல் தான் நடந்து போச்சு. வேலை செஞ்ச இடத்துல சொந்தக்காரர் தான். ஆமாம், சொந்தக்காரர் தான். இந்த இடத்துல இவங்க ஐயா, இவங்க அம்மா தான். ஆமாம், வாழ்வாதாரம் கொடுக்கணும். எங்களுக்கு அடுத்து எதாவது செஞ்சு கொடுக்கணும் கவர்மெண்ட். அம்மா அப்பா எதுவுமே இல்லை, அதனால அவங்க பதில் எனக்கு எதாவது செஞ்சு தரணும். தம்பி நல்லா படிக்க வைக்கணும். ரொம்ப கஷ்டமா இருக்கு. அம்மா அப்பா 2 பேர் இறந்துனாங்க. படிக்கணும் நல்லா. வெளியே போயிட்டு இருந்தாங்க. அவங்க சித்தின்னு வீட்டுக்காரோட அண்ணன் பசங்க 2 பேருமே, அவங்க அம்மா அப்பா 2 பேருமே പോയിട്ടാണ്. വിരുദനഗർ മെഡിക്കൽ കോളേജിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, പൊട്ടിത്തെറിയിൽ 23 മരണം. ആ കുട്ടിയുടെയൊന്നും പ്രതികരണം നമുക്ക് കേൾക്കുമ്പോൾ ഉള്ളു പിടയുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം? അനൂപ്, ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് ഈ ആശുപത്രിയുടെ മുൻവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട അവരുടെയൊക്കെ ചേതനേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും, തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണെങ്കിലും അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുൻപ് ആ കുട്ടിയുടെ പ്രതികരണം, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇന്നുണ്ടായ ഈ സ്ഫോടനത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. ആ കുട്ടിയുടെ സഹോദരിയാണ് അതിന് തൊട്ട് മുൻപ് സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും 23 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട വലിയൊരു ദുരന്തം തന്നെയാണ് വിരുദനഗറിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ 6 പേർക്ക് ഇനിയും പരിക്കേറ്റ് അവർ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇതേ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. രക്ഷാപ്രവർത്തനവും ഊർജിതമായി തന്നെ തുടരുകയാണ്. കാരണം ഇനി ആരെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിയാതെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും എയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ വകുപ്പുകളുടെയും മേൽനോട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിനിടയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വെല്ലുവിളി കൂടി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരല്പം വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ വിരുദനഗർ ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ 19 മൃതദേഹങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ ബന്ധുക്കളാണ് ഈ ഇരിക്കുന്നത്. അവരുടെ അടയാളങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവരെ തിരിച്ചറിഞ്ഞ് തുടർ നടപടികളിലേക്ക്, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക, അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെ ഇവിടെ കാണേണ്ടി വരുന്നു. അത് ഉള്ളുലയ്ക്കുന്നതാണ്. നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നമുക്കും അവരുടെ അലമുറ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ തുളച്ചു കയറുകയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. രാഹുൽ, ഒപ്പം തന്നെ ഇപ്പോഴും അവിടെ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണല്ലോ. ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ ഇനി കുറച്ചുകൂടി ജാഗരൂകരായി ഈ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ രക്ഷാപ്രവർത്തനം രാത്രിയും കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെയാണോ തീരുമാനം?
താൽക്കാലികമായിട്ട് നിലവിലെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം അല്പസമയം മുമ്പുണ്ടായ സ്ഫോടനം അത് വീണ്ടും അത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ളൊരു നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങോട്ടേക്ക് കർശനമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നാളെ പുലർച്ചയോട് കൂടിയായിരിക്കാം ഒരുപക്ഷെ വീണ്ടും അവിടെ ഒരു പരിശോധന നടത്താൻ വേണ്ടി പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഫയർവർക്സ് വനജ ഫയർവർക്സ് പ്രവർത്തിച്ചിരുന്ന നിയമവിരുദ്ധമായിട്ടല്ല എന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ എന്തെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, ഈ ഘർഷണമുണ്ടായി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ അശാസ്ത്രീയത സംഭവിച്ചിട്ടുണ്ടോ, ആളുകൾക്ക് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് ഫോറൻസിക് വിഭാഗവും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വിരുദ്ധനഗർ എസ്പിയുടെ നിർദ്ദേശപ്രകാരം 4 ടീമുകളായി തിരിഞ്ഞ് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും എത്ര പേർ ഇവിടെ ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ എത്ര പേർ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവസാന വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും 16 സ്ത്രീകളും 7 പുരുഷന്മാരുമാണ് ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു കണക്ക് മാത്രമാണ്. 23 പേരുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടയിലും പൊട്ടിത്തെറി ഉണ്ടായി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേറ്റു. ഇപ്പോൾ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. അത് രാവിലെ തന്നെ തുടരും എന്നുള്ള ഒരു വിവരം കൂടി രാഹുൽ വിജയൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.